ചുറ്റിപ്പറ്റി വിവാദങ്ങൾ കൊഴുക്കുന്നതിനിടയിലും കോൺഗ്രസ് നേതൃത്വം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉറ്റുനോക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും സിനിമാ താരങ്ങളെ അണിനിരത്താനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. കഴിഞ്ഞ തവണ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിൽ ധർമ്മജൻ ബോൾഗാട്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി എത്തിയിരുന്നു. പ്രചരണ സമയത്ത് ശക്തമായ മത്സരത്തിന്റെ പ്രതീതി ഉയർത്തിയിരുന്നുവെങ്കിലും ഫലം പുറത്തു വന്നപ്പോൾ LDFിലെ KM സച്ചിൻ ദേവിനോട് ദയനീയമായി ധർമ്മജൻ ബോൾഗാട്ടി പരാജയപ്പെട്ടു. 2021 ആ ഒരു പരീക്ഷണം പാളിയെങ്കിലും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും താരങ്ങളെ രംഗത്തിറക്കാനുള്ള ആലോചന കോൺഗ്രസ് തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കോൺഗ്രസ് പരിപാടികളിലും തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലും സജീവമായ രമേശ് പിഷാരടി അടക്കമുള്ളവരെ മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. തൃപ്പൂണിത്തുറയിൽ നിന്നും രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കാനുള്ള കൂടിയാലോചനകൾ നടക്കുകയാണ്. രമേശ് പിഷാരടിയുമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ നടന്നു കഴിഞ്ഞെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. മുൻ മന്ത്രി K ബാബുവിന്റെ സിറ്റിംഗ് മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. മത്സരത്തിൽ നിന്നും മാറി നിൽക്കുമെന്ന കാര്യം K ബാബു ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ബാബുവിന് ഉള്ളതായി പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മണ്ഡലം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് രമേശ് പിഷാരടിയെ രംഗത്തിറക്കുന്നത് എന്നാണ് സൂചന. യുവാക്കളുടെയും സ്ത്രീകളുടെയും മധ്യവർഗത്തിന്റെയും വോട്ട് നിർണായകമായ മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. ഈ സാഹചര്യത്തിൽ ഇവരുടെ വോട്ട് ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന ആലോചനയാണ് രമേശ് പിഷാരടിയിലേക്ക് എത്തിയത്. മറുവശത്ത് നിന്ന് സാമുദായിക സമവാക്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായാൽ അതിനെ കൂടി അതിജീവിക്കാനുള്ള സ്ഥാനാർത്ഥിത്വം എന്നതും രമേശ് പിഷാരടിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ് തൃപ്പൂണിത്തുറ എന്ന കാര്യത്തിൽ സംശയമില്ല. 1991 മുതൽ 2011 വരെ 5 തവണ തുടർച്ചയായി K ബാബു മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു കയറി. എന്നാൽ 2016 തിരഞ്ഞെടുപ്പിൽ LDFിലെ M സ്വരാജിനോട് K ബാബുവിന് ആദ്യമായി പരാജയപ്പെടേണ്ടി വന്നു. 4467 വോട്ടിനായിരുന്നു M സ്വരാജിന്റെ വിജയം. എന്നാൽ 2021 തിരഞ്ഞെടുപ്പിൽ M സ്വരാജിനെ തന്നെ പരാജയപ്പെടുത്തി K ബാബു മണ്ഡലം തിരിച്ചുപിടിച്ചു. 1232 വോട്ടിനായിരുന്നു വിജയം. BJPക്ക് മോശമല്ലാത്ത സ്വാധീനമുള്ള മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. UDF 66,875, LDF 64,883, BJP 23,756 എന്നിങ്ങനെയായിരുന്നു വോട്ട് നില. തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ മതചിഹ്നങ്ങൾ ഉപയോഗിച്ച് വോട്ട് നേടിയെന്നാരോപിച്ച് UDF സ്ഥാനാർത്ഥിക്കെതിരെ LDF പരാതിയും നൽകിയിരുന്നു. അന്നത് വലിയ വാർത്തകളുമായിരുന്നു. മിമിക്രി വേദികളിൽ നിന്നും മലയാള സിനിമാ രംഗത്തേക്ക് എത്തിയ പ്രമുഖരിൽ ഒരാളാണ് രമേശ് പിഷാരടി. സലീം കുമാറിന്റെ മിമിക്രി ട്രൂപ്പായ കൊച്ചിൻ സ്റ്റാലിയൻസിൽ ഒരുപാട് കാലം മാനേജരും ആർട്ടിസ്റ്റുമായിരുന്നു പിഷാരടി. ഏഷ്യാനെറ്റ് പ്ലസ് ചാനലിൽ ധർമ്മജൻ ബോൾഗാട്ടിയോടൊപ്പം അവതരിപ്പിച്ച ബ്ലഫ് മാസ്റ്റേഴ്സ് എന്ന ഹാസ്യ പരിപാടിയിലൂടെയാണ് കൂടുതൽ ശ്രദ്ധേയനായത്. 2008 പുറത്തിറങ്ങിയ പോസിറ്റീവ് എന്ന ചിത്രത്തിൽ നായകവേഷം ചെയ്തു. തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച പിഷാരടി അവതാരകൻ എന്ന നിലയിലും തിളങ്ങി നിന്നു. 2018 പഞ്ചവർണ്ണ തത്ത എന്ന ചിത്രത്തിലൂടെ പിഷാരടി ചലച്ചിത്ര സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചു. മമ്മൂട്ടിയെ നായകനാക്കി ഗാനഗന്ധർവൻ എന്ന ചിത്രവും സംവിധാനം ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് സിനിമാ താരങ്ങളെ സ്ഥാനാർത്ഥിയാക്കുന്ന പ്രവണത കേരള രാഷ്ട്രീയത്തിൽ പുതുമയല്ല. ചിലപ്പോൾ അത് സെലിബ്രിറ്റി ഇഫക്റ്റ് ഉണ്ടാക്കുമെന്നത് ഉറപ്പാണ്. എന്നാൽ എല്ലായ്പ്പോഴും അത് വോട്ടിലേക്ക് നേരിട്ട് മാറണമെന്നില്ല. പിഷാരടി ജനപ്രീതി നേടിയ കലാകാരനാണ്. പ്രത്യേകിച്ച് യുവാക്കളിലും മധ്യവർഗക്കാരിലും നല്ല സ്വാധീനവുമുണ്ട്. തൃപ്പൂണിത്തുറയിലെ കോൺഗ്രസ് പരമ്പരാഗത ശക്തിയും K ബാബുവിന്റെ ലെഗസിയും കൂടി വരുമ്പോൾ ഒരു ഫ്രഷ് ഫേസായി പിഷാരടി മുന്നോട്ട് വരുന്നത് പാർട്ടിക്ക് ഒരുപക്ഷെ ഗുണമായേക്കും. എന്നാൽ സംഘടനാത്മക പ്രവർത്തനം, സാമുദായിക ഘടകങ്ങൾ, പാർട്ടി കണക്കുകൂട്ടലുകൾ എന്നിവ കൂടി നോക്കിയാലേ അന്തിമ വിജയസാധ്യത വിലയിരുത്താനാകൂ. ചലച്ചിത്ര താരങ്ങളുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ പ്രചരണത്തിൽ വലിയ ചർച്ച, മാധ്യമ ശ്രദ്ധ, യുവാക്കളെ ആകർഷിക്കാനുള്ള സാധ്യത ഇവയൊക്കെ ഉണ്ടെന്ന് തന്നെ പറയാം. എന്നാൽ താരത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇല്ലെങ്കിൽ സീരിയസ് സ്ഥാനാർത്ഥി അല്ല എന്ന വിമർശനം ഉയരാനും സാധ്യതയുണ്ട്. കോൺഗ്രസിന് ഇത്തരം സ്ഥാനാർത്ഥിത്വം മീഡിയ ഹൈപ്പ് തരാം. പക്ഷേ വോട്ടർമാരുടെ മനസ്സിൽ പിടിച്ചുകെട്ടുന്ന രീതിയിൽ പ്രവർത്തനവും വിശ്വാസ്യതയും തെളിയിച്ചാൽ മാത്രമേ ഗുണം ചെയ്യൂ എന്നും ഉണ്ട്.
എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെ കോൺഗ്രസിനുള്ളിൽ തന്നെ മൈൻഡ് ഷെയർ നഷ്ടപ്പെടുത്തുന്ന ഒരു വിവാദമായി തന്നെ കാണാം. ഇത് ഉറപ്പായും കോൺഗ്രസിന്റെ വിജയ സാധ്യതയെ ബാധിക്കുകയും ചെയ്യും. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി നേതാവിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ വന്നാൽ പൊതുവെ കോൺഗ്രസ് നേതൃക്കുറവ് എന്ന ധാരണ വളരും. വിഷയത്തെ എതിർ പാർട്ടികൾ ശക്തമായി ഉപയോഗിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് നേതൃത്വത്തിന്റെ വിശ്വസ്തത പോലും ചോദ്യം ചെയ്യപ്പെടും. വിഷയത്തെക്കുറിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായ സ്ഥിതിക്ക് ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തകരുടെ ഉത്സാഹം കുറയാനും ഇവിടെ സാധ്യതയുണ്ട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കുറച്ചു കാലത്തേക്കെങ്കിലും കോൺഗ്രസിന്റെ നേട്ടങ്ങളെ മങ്ങലേൽപ്പിക്കും. പക്ഷേ തിരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടി അത് എത്രത്തോളം കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി കൊണ്ട് കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഗെയിം മാറ്റുക. അതായത് LDFും BJPയും ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് പ്രചരണം ശക്തമാക്കും. കോൺഗ്രസ് താര സ്ഥാനാർത്ഥികളും കെ ബാബുവിന്റെ ലെഗസിയും ഉപയോഗിച്ച് പുതിയ ചർച്ചകൾ സൃഷ്ടിക്കുകയാണെങ്കിൽ വിഷയം പിന്നിലേക്കും പോകും.